ഹായ് ഫ്രണ്ട്സ്, ഞാൻ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രവിക്കുള്ള ലഞ്ചുമായി ക്യാബിനിൽ വരുന്നു. എന്നിട്ട് പറയുന്നു, സാർ ലഞ്ച് കഴിക്കാൻ സമയമായി, ഞാൻ സാറിനുള്ള ഫുഡുമായി വന്നതാ. അപ്പോൾ രവി പറയുന്നു, എനിക്ക് വിശക്കുന്നില്ല, ശ്രീലക്ഷ്മി പോയി കഴിച്ചോളൂ. അപ്പോൾ ശ്രീ ചോദിക്കുന്നു, അതെന്താ സാർ, എന്താ വിശപ്പില്ലാത്തത്? അപ്പോൾ രവി പറയുകയാണ്, വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ശ്രീ ചോദിക്കുന്നു, അതെന്താ സാർ? ഞാൻ ചോദിച്ചത് എന്താ സാറിന് വിശപ്പില്ലാത്തതിൻ്റെ കാരണം? അപ്പോൾ രവി പറയുകയാണ്, കാരണമുണ്ടായിട്ടാണോ ഇവിടെ ഓരോരുത്തർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അല്ലല്ലോ, ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശ്രീ മനസ്സിൽ പറയുന്നു, സാറിന് എന്നോടുള്ള ദേഷ്യം ഇതുവരെ കുറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സാറിനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ എന്താ ഒരു വഴി ആലോചിച്ചിട്ട് ശ്രീ പറയുന്നു, സാർ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്തൊക്കെയോ അസുഖങ്ങൾ വരുമെന്നറിയാമോ സാറിന്? സാറിൻ്റെ പ്രായത്തിലുള്ളവർ കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. അപ്പോൾ ശ്രീ മനസ്സിൽ പറയണേ, അയ്യോ ഇപ്പോൾ വയസ്സിൻ്റെ കാര്യം പറയണ്ടായിരുന്നു. ശ്രീ പുഞ്ചിരിച്ചുകൊണ്ട് രവിയോട് പറയുന്നു, സാർ സാറിൻ്റെ ഏജിനും ലുക്കിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ മമ്മൂട്ടിയെ പറ്റി മറ്റുള്ളവരൊക്കെ പറയാറില്ലേ, ഏജിൻ റിവേഴ്സ് ഗിയർ എന്ന്? അത് ശരിക്കും സാറിനെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് തോന്നുന്നു. നടത്തത്തിലും സംസാരത്തിലും എന്തിന് ഒരു നോട്ടം കൊണ്ടുവരെ സാറിടയ്ക്ക് അത് അത്ഭുതപ്പെടുത്താറില്ലേ? ഇത് കേട്ട് രവി എഴുന്നേറ്റ് മാറി നിൽക്കുന്നു. അപ്പോൾ ശ്രീ, സാർ ഒരുപാട് യങ് ബിസിനസ് ടാലൻസിന് ഇൻസ്പിറേഷനാണ്. അതിന് കാരണം സാറിൻ്റെ ഈ എനർജിയാണ്. പിന്നെ വർമ്മൻ ഗ്രൂപ്പ് ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടാൽ എത്ര ചെറുപ്പക്കാരെ അവസരം ചോദിച്ചു വരുന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, രവിചന്ദ്രവർമ്മൻ എന്നൊരൊറ്റ പേര്. ഏതൊരാളിനും മാതൃകയാകാൻ പറ്റുന്ന ഒരു ജീവിതം. കഴിഞ്ഞ വർഷത്തെ ഐക്കോണിക് ബിസിനസ് ലീഡർ ഓഫ് ദ ഡെക്കേഡ് അവാർഡടക്കം ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ എത്രയെത്ര അവാർഡുകളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ സാറ് സ്വന്തം ബുദ്ധി കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും അച്ചീവ് ചെയ്തതല്ലേ ഈ ബിസിനസ്സൊക്കെ? രവിയുടെ കയ്യിൽ പിടിച്ച് കൊണ്ടാണ് ശ്രീ പറയുന്നത്. ശരിക്കും സാർ ഒരു ഹീറോയാണ്. സാറിൻ്റെ ഭാര്യയാകാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. രവിയുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് ശ്രീ പറയുന്നു, ഞാനും സാറും ആദ്യമായി കണ്ട ദിവസം സാർ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ദാ എന്നെ നോക്കിയേ, ഞാൻ മൊത്തത്തിൽ മാറിപ്പോയില്ലേ? എൻ്റെ എനർജറ്റിക് ഹീറോ ആയ ഭർത്താവ് ആഹാരം കഴിക്കാതിരുന്നാൽ അതെങ്ങനെ ശരിയാകും? ഒരു ഭർത്താവിൻ്റെ ആരോഗ്യവും സൗന്ദര്യവുമാണ് ഏതൊരു ഭാര്യയുടെയും വിജയം. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ രവി പറയുകയാണ്, മതി ശ്രീലക്ഷ്മി, തൻ്റെ ഈ പെർഫോമൻസ് തൻ്റെ ഈ പ്രശംസയിലോ അഭിനയത്തിലോ എൻ്റെ മനസ്സ് മാറ്റാമെന്ന് താൻ വിചാരിക്കേണ്ട. മുൻപൊക്കെ തൻ്റെ പെർഫോമൻസ് കാണാൻ എനിക്കിഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിനൊരു ജെനുവിനിറ്റി ഉണ്ടായിരുന്നു. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിരുന്നില്ല. സ്നേഹമായാലും ഭക്ഷണമായാലും മനസ്സറിഞ്ഞ് വിളമ്പുമ്പോഴേ കഴിക്കുന്നയാളുടെ വയറും മനസ്സിൽ നിറയൂ. അപ്പോൾ ശ്രീ പറയുകയാണ്, രവി സാർ പ്ലീസ് എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിച്ചൂടെ? സാർ ആരോടാണ് ഈ ദേഷ്യം കാണിക്കുന്നത്? ആരോടാണ് സാർ പിണങ്ങിയിരിക്കുന്നത്? അവൾ രവി പറയുകയാണ്, എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. പിന്നെ ദേഷ്യം അതെന്നോട് തന്നെയാണ്. അത് വേറെ ആരോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ശ്രീ പറയുന്നത്, ഞാൻ കാരണമല്ലേ? രവി പറയുന്നു, ആരോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഭാര്യയും ചേർത്ത. ശ്രീ ചോദിക്കുന്നു, സാർ ഞാൻ എന്തെങ്കിലും കാണിച്ചതിന് സാർ എന്തിനാണ് പട്ടിണിയിരിക്കുന്നത്? എന്താ കാര്യം? അത് ഞാൻ കാരണമാണല്ലോ എന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. സാർ ഇത് കഴിക്കണം. രവി പറയുന്നു, ശ്രീലക്ഷ്മി, താൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. എനിക്ക് വിശപ്പില്ല. അതിനും വലിയ ഒരു എക്സ്പ്ലനേഷൻ ഇക്കാര്യത്തിൽ എനിക്ക് തരാൻ വേറെയില്ല താനും. ശ്രീ പറയുന്നു, അല്ല സാർ രവി, അതല്ല സാർ. അപ്പോൾ രവി പറയുന്നു, വിൽ യു പ്ലീസ് ലീവ് മീ എലോൺ പ്ലീസ്. ഈ സമയം നജീബ് അവിടേക്ക് വരുന്നു. അവിടെ ഇരിക്കുന്ന രഞ്ജിലേക്ക് നോക്കിയാണ് നജീബ്. ശ്രീ സങ്കടത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ഇത് ശ്രദ്ധിച്ച നജീബ് രവിയോട് ചോദിക്കുന്നു, സാർ ആഹാരം കഴിക്കുന്നില്ലേ? അപ്പോൾ ദേഷ്യത്തിൽ രവി നജീബിനെ നോക്കുന്നു. അപ്പോൾ നജീബ് സോറി സാർ എന്ന് പറഞ്ഞ് പോവുകയാണ്. അതിനുശേഷം നജീബ് ഒരു ഫയലുമായി രേഖയുടെ ക്യാബിനിലോട്ട് ചെല്ലുന്നു. അപ്പോൾ രേഖ ചോദിക്കുന്നു, നജീബെ ബദ്രല്ലോ ക്യാബിനിലുണ്ടോ? അപ്പോൾ ഉണ്ട് മാഡം. ശ്രീലക്ഷ്മി മാഡോ അവിടെ ഉണ്ട്. രേഖ ചോദിക്കുന്നു, ശ്രീലക്ഷ്മിയോ? അവളവിടെ എന്ത് ചെയ്യുന്നു? നജീബ് പറയുന്നു, അത് പിന്നെ മാഡം എന്ന് പറയുമ്പോൾ രേഖ ചോദിക്കുന്നു, അതെന്താ നജീബേ? സംസാരത്തിലൊരു ഇടച്ചിൽ. സത്യം പറയേ, അവരവിടെ വഴക്കൊല്ലതുമായിരുന്നു. നജീബ് പറയുന്നു, മാഡം അതെനിക്കറിയില്ല. ഞാൻ ചെന്ന പാടെ ശ്രീലക്ഷ്മി മാഡം ക്യാബിനിൽ നിന്നിറങ്ങി. പിന്നെ സാറ് ആഹാരമൊന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു. ഫുഡ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. രേഖ ചോദിക്കുന്നു, ഇത്രയും നേരമായിട്ടും ബ്രദറിലോ ഒന്നും കഴിച്ചില്ലേ? എങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. നജീബ് പറയുന്നു, മേഡം ഞാനാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. സാറല്ലോ ശ്രീലക്ഷ്മി മേഡോ അറിയരുത്. മേഡം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രേഖ പറയുന്നു, നജീബ് പോക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി മേഡം എന്ന് പറഞ്ഞ് നജീബ് പോകുന്നു. രേഖ ഇപ്പം തന്നെ പറയുകയാണ്, ഈ ഒരു കാര്യം ആരോടും പറയുന്നില്ലെങ്കിലും ഒരാളോട് പറയണം. ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളി കളിച്ച് നോക്കാം. എന്നിട്ട് രേഖ സാന്ദ്രയെ വിളിപ്പിക്കുന്നു. സാന്ദ്ര വന്ന് ചോദിക്കുന്നു, മാഡം എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? രേഖ പറയുന്നു, ധൃതി പിടിക്കല്ലേ സാന്ദ്ര, പറയാം. അല്ല സാന്ദ്ര, ലഞ്ച് കഴിച്ചോ? സാന്ദ്ര കഴിച്ചു എന്ന് പറയുന്നു. ഇത് കേട്ട് രേഖ പറയുന്നു, എന്താ സാന്ദ്ര ഇത്? സാന്ദ്രയ്ക്ക് ഒരുപാട് സ്നേഹവും ആരാധനയും ഉള്ള ആൾ ലഞ്ച് കഴിക്കാതെ വിശന്നിരിക്കുമ്പോൾ സാന്ദ്ര മാത്രം നേരത്തെ ലഞ്ച് കഴിച്ചത് തീരെ ശരിയല്ല. അപ്പോൾ സാന്ദ്ര ചോദിക്കുന്നു, മാഡം ഒന്നും കഴിച്ചില്ലേ ഇതുവരെ? ഇത് കേട്ട് ചിരിച്ച് രേഖ പറയുന്നു, ആഹാ അതെനിക്കിഷ്ടപ്പെട്ടു. സാന്ദ്രയ്ക്ക് സ്നേഹവും ആരാധനയുള്ള ആൾ ഞാൻ സാന്ദ്ര ശരിക്കും എന്നെ ട്രോൾ ചെയ്താണോ? ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്.
ഞാൻ ബ്രദർ ഇൻ ലോയുടെ കാര്യമാണ് പറഞ്ഞത്. ബ്രദർ ഇൻ ലോയുടെ ഡയറ്റും ആക്ടിവിറ്റീസും ഒക്കെ ഒരു സമയത്ത് എന്ത് ശ്രദ്ധയോടെയാണ് സാന്ദ്ര ചെയ്തിരുന്നത്. സാന്ദ്രയ്ക്ക് ഇപ്പോൾ ബ്രദർ ഇൻ ലോയുടെ പഴയ സ്നേഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ സാന്ദ്ര പറയുന്നു, മേഡം ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ വെച്ചാൽ ഉപകാരമായിരിക്കും. അപ്പോൾ രേഖ പറയുന്നു, സ്നേഹം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാന്ദ്രയ്ക്ക് ബ്രദർ ഇൻ ലോയോടുള്ള കെയറിനെ കുറിച്ചാണ്. സ്നേഹമോ കെയറോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബ്രദർ ഇൻ ലോയെ പട്ടിണിക്കിരിക്കുന്നത് ശരിയാണോ സാന്ദ്ര? അപ്പോൾ സാന്ദ്ര പറയുന്നു, മാഡം രവി സാറിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും സാറിനെ പരിപാലിക്കാനും ഇപ്പോൾ ശ്രീലക്ഷ്മി മാഡം ഉണ്ടല്ലോ. രവി സാറിനെ കെയർ ചെയ്യേണ്ടത് ഇപ്പം ഞാനല്ല, ശ്രീലക്ഷ്മി മാഡമാണ്. മാത്രമല്ല അവരുടെ പ്രൈവസിയിലേക്ക് അങ്ങനെ ഇടിച്ചു കയറുന്നത് ശരിയുമല്ല. അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ രേഖ പറയുന്നു, പ്രൈവസിയോ? എന്ത് പ്രൈവസി? ബ്രദർ ഇൻ ലോയെ ശ്രദ്ധിക്കാൻ അതിന് ശ്രീലക്ഷ്മിക്ക് എവിടെയാ സമയം? സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റേതോ ലോകത്താണിപ്പോൾ ശ്രീലക്ഷ്മി. അല്ലെങ്കിലും അതങ്ങനെ വരൂ. കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു, അതിനുശേഷമോ? അല്ല, സാന്ദ്രയ്ക്ക് അറിയാമല്ലോ കാര്യങ്ങൾ. സാന്ദ്രയെങ്കിലും ബ്രദർ ഇൻ ലോയെ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സാന്ദ്രയും ശ്രീലക്ഷ്മി ബ്രദർ ഇൻ ലോയുടെ ജീവിതത്തിൽ എത്തുന്നതിന് മുമ്പ് സാന്ദ്ര ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ സാന്ദ്രയെ വിളിപ്പിച്ചത്. ഇത് കേട്ട് സാന്ദ്ര പറയുന്നു, എന്തായാലും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മാഡം. രേഖ പറയുന്നു, എൻ്റെ ഇൻറ്റൻഷൻ സാന്ദ്രയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആരെയും ഡിസ്റ്റർബ് ചെയ്യാനല്ല, ബ്രദർ ഇൻ ലോയെ ഒന്ന് കെയർ ചെയ്യണം. ബ്രദർ ഇൻ ലോയുടെ എല്ലാ കാര്യങ്ങളിലും പഴയതുപോലെ ശ്രദ്ധ വേണമെന്നാണ് ഉദ്ദേശിച്ചത്. ഒന്നാമത് ബ്രദർ ഇൻ ലോയ്ക്ക് ഒരു മനസ്സമാധാനവും ശ്രീലക്ഷ്മി കൊടുക്കുന്നില്ല. പാവം ബ്രദർ ഇൻ ലോ തീർത്തും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണിപ്പോൾ. ആരെയും പറയാനും ചെയ്യിക്കാനും ഇല്ലെങ്കിൽ പുള്ളിയുടെ ജീവിതം പോക്കുമുതലാകുമെന്ന് തീർച്ചയാണ്. പാവം ബ്രദർ ഇൻ ലോ നിന്നിരുന്നിട്ട് വല്ല അസുഖം വരാതിരുന്നാൽ മതിയായിരുന്നു. ഇത് കേട്ട് സാന്ദ്ര ആലോചിച്ച് നിൽക്കുന്നു. രേഖ മനസ്സിൽ പറയുന്നു, എനിക്കറിയാം സാന്ദ്ര, നിൻ്റെ ഈ ആലോചനയെ ചെന്നെത്തി നിൽക്കുന്നത് എവിടെയാണെന്ന്. ബ്രദർ ഇൻ ലോയുടെ ക്യാബിനിലേക്കായിരിക്കും. സാന്ദ്ര രേഖയെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. രേഖ പൊട്ടിച്ചിരിച്ച് പറയുന്നു, വിശന്നിരിക്കുന്നവനും വിഷമിച്ചിരിക്കുന്നവളുടെയും ഇടയിലേക്ക് സാന്ദ്രയുടെ എൻട്രി. അത് ആലോചിച്ച് നിൽക്കുവാണ് രേഖ. സാന്ദ്ര രവിയുടെ ക്യാബിനിൽ വരുന്നു. സാന്ദ്ര പറയുന്നു, സാർ വിസിറ്റിങ്ങിന് പോകേണ്ടതാണ്. സാർ ഇതുവരെ ആഹാരം കഴിച്ചില്ല എന്ന് തോന്നുന്നു. രവി പറയുന്നു, നോ സാന്ദ്ര, എനിക്ക് തീരെ വിശപ്പില്ല. സാന്ദ്ര ചോദിക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? വിസിറ്റിങ്സിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റാകും. പുറത്തു നിന്ന് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഗോഡനിൽ എത്തുമ്പോൾ ലേറ്റാകും സാർ. പ്ലീസ് എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങാം. അപ്പോൾ രവി പറയുന്നു, ഐ ആം നോട്ട് ഇൻ എ ഗുഡ് മൂഡ് സാന്ദ്ര. സാന്ദ്ര പറയുന്നു, എന്നാൽ ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ വിളിക്കട്ടെ? രവി പറയുന്നു, നോ. അപ്പോൾ സാന്ദ്ര പറയുന്നു, ഐ ആം സോറി സാർ. സാറ് എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. രവി പറയുന്നു, നന്നായിട്ട് വർക്ക് ഡ്രസ്സ് ഉണ്ട്. സാന്ദ്ര പറയുന്നു, ആഹാരം കഴിക്കാതെ വിഷയത്തിനുള്ള ഡ്രസ്സ് കൂടുകയല്ലേ ഉള്ളൂ. അപ്പോൾ രവി പറയുന്നു, സാന്ദ്ര പ്ലീസ് ലീവ് മീ അലോൺ. ഇത് കേട്ട് സാന്ദ്ര മനസ്സിൽ പറയുന്നു, ഇല്ല സാർ, സാർ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഈ സാന്ദ്രയ്ക്ക് ഇങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കാനാകും? ഈ ഓഫീസിൽ സാറിനൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. സാന്ദ്ര രവിയോട് പറയുന്നു, സാർ എന്ത് കാരണം കൊണ്ടാണെങ്കിലും സാറ് കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും സാറിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മി മാഡത്തിൻ്റെ കാര്യമാണ്. മാഡം വളരെ സെൻസിറ്റീവാണ്, സാറിനും അറിയാമല്ലോ. സാറ് കഴിക്കാതിരുന്നാൽ മാഡം കഴിക്കുമെന്ന് തോന്നുന്നില്ല. രവി പറയുന്നു, അതെന്താ ശ്രീലക്ഷ്മി കഴിക്കാത്തത്? അവർ വിശന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. സാന്ദ്ര പറയുന്നു, ഇതൊക്കെ പറയുമ്പോഴും സാറിന് അറിയാം മാഡം ഒന്നും കഴിച്ചു കാണില്ല എന്ന്. സാർ മാഡം ഒക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഒരു ചെറിയ കാര്യം മതി സന്തോഷിക്കാനും സങ്കടപ്പെടാനും. സാറിൻ്റെ ദേഷ്യവും ടെൻഷനും ഡ്രസ്സൊക്കെ കണ്ട് വിശന്നിരിക്കുന്നത് ശ്രീലക്ഷ്മി മാഡം കൂടിയാണ്. പിന്നെ നമ്മുടെ പിണക്കവും പരിഭവവും ഒക്കെ കാണിക്കേണ്ടത് ആഹാരത്തിനോടല്ല. ആഹാരത്തിന് വേണ്ടി തന്നെയല്ലേ ഞാനും സാറും ഒക്കെ കഷ്ടപ്പെടുന്നത്. സാർ എന്നോട് ക്ഷമിക്കണം. സാറിനെ ഉപദേശിക്കാനും ഇത്രയൊക്കെ പറയാനും ഒന്നും സാന്ദ്ര ആളല്ല. എങ്കിലും കുറേ വർഷങ്ങളായിട്ട് സാറിൻ്റെ വലതുവശം ചേർന്ന് നടക്കുന്ന ആളായതുകൊണ്ട് സാറിനെ ഒരു പരിധിവരെ മനസ്സിലാക്കിയത് കൊണ്ടും പറഞ്ഞുവെന്നേ ഉള്ളൂ. രവി പറയുന്നു, ഓക്കെ സാന്ദ്ര താൻ പൊയ്ക്കോളൂ, ഞാൻ കഴിച്ചോളാം. സാന്ദ്ര പറയുന്നു, ഇപ്പം തന്നെ ലേറ്റാണ്, ഇനി താമസിച്ചാൽ സാർ ഇരിക്കും, ഞാനായിട്ട് വിളമ്പിത്തരാം. സാറ് കഴിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കിവിടെ പോയിട്ട് ശ്രീലക്ഷ്മി മാഡത്തോട് പറഞ്ഞ് മാഡത്തെയും കഴിപ്പിക്കാൻ. അതിനുശേഷം രേഖയുടെ ക്യാമ്പിലേക്ക് ദീപും കൃഷ്ണയും വരുന്നു. കൃഷ്ണ പറയുന്നു, മാഡം വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. രേഖ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ? ദീപു പറയുന്നു, അടിപൊളിയാ മാഡം. ഇത് കേട്ട് രേഖ പറയുന്നു, ആഹാ ദീപു അങ്ങ് സ്മാർട്ടായല്ലോ. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാണ്. ബ്രദർ ഇൻ ലോയെ കുറിച്ച് ശ്രീലക്ഷ്മി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കൃഷ്ണ പറയുന്നു, രവി സാറിനെ കുറിച്ച് ശ്രീ എന്ത് പറയാനാ മാഡം? എന്താ അങ്ങനെ ചോദിച്ചത്? രേഖ പറയുന്നു, അല്ല നിങ്ങൾ രണ്ടുപേരും അല്ലേ ശ്രീലക്ഷ്മിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്നത്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കൃഷ്ണ പറയുന്നു, ഇല്ല മാഡം, രവി സാറിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുൻപൊക്കെ സാറിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവായിരുന്നു ശ്രീക്ക്. ഇത് കേട്ട് രേഖ പറയുന്നു, അത് കല്യാണത്തിന് മുമ്പ്. അതിനുശേഷം ശ്രീലക്ഷ്മിക്ക് നിങ്ങളോട് ചെറിയ ഒരു അകൽച്ച ഉണ്ടല്ലോ, പഴയ പോലല്ല, ശരിയല്ലേ? കൃഷ്ണ ചിലപ്പോൾ സമ്മതിക്കില്ലായിരിക്കും. ദീപു തുറന്ന് പറയേ.
പറയ് ദീപു. അപ്പോൾ ദീപു പറയുന്നു, അങ്ങനെ അകലം എന്നൊന്നും പറയാൻ പറ്റില്ല മാഡം, എങ്കിലും പഴയ പോലല്ല. രേഖ പറയുന്നു, അതെ പഴയ പോലല്ല, നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും, സ്വന്തം ഭർത്താവിനോട് പോലും. സ്വന്തം ഭർത്താവും ഭാര്യയും പരസ്പരം പോലും പറയാത്ത രഹസ്യങ്ങൾ കൂട്ടുകാരോട് പറയും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീരേറ്റു കോളനിയിൽ നിന്നും ബർമൻ ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ അവളുടെ പഴയ സ്വഭാവം അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന മട്ട. ബദറിൻലോയുടെ കാര്യങ്ങൾ പോലും നോക്കാൻ അവൾക്കിപ്പോൾ സമയമില്ല. നിങ്ങൾ രണ്ടാളും അവളെ കണ്ട് പറഞ്ഞേക്ക്, അവൾക്കൊന്നിനും സമയമില്ലെങ്കിലും സാന്ദ്ര അതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടെന്ന്. അവളുടെ ആബ്സെൻസിൽ മുഴുവൻ സാന്ദ്രയാണ് പ്രസൻറ്റ്. അതത്ര നല്ല കാര്യമല്ല, കേൾക്കാനും കാണാനും സുഖമുള്ള കാര്യവുമല്ല. കൃഷ്ണ ചോദിക്കുന്ന, മാഡം പറഞ്ഞു വരുന്നത്? രേഖ പറയുന്നു, അത് തന്നെയാണ് കൃഷ്ണ. ശ്രീലക്ഷ്മി നിർബന്ധിച്ചിട്ടും കഴിക്കാത്ത ആഹാരം സാന്ദ്ര ബദറിൻലോയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അല്ല, സാന്ദ്രയെ അതിൽ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവളെ ഡെമിയാക്കി നിർത്തി കളിക്കുന്ന കളിയാണ് സാന്ദ്രയ്ക്ക്, അത്ര തന്നെ. അതറിയാതെ നിങ്ങളുടെ കൂട്ടുകാരി വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. അവളോട് പറഞ്ഞേക്കുന്നു, ഇത് അവൾ കരുതുന്നത് പോലെ നിസ്സാര കാര്യമല്ല എന്ന്. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. കൃഷ്ണ പറയുന്നു, ശരി മാഡം, ഞങ്ങൾ അവളോട് പറയാം എന്ന് പറഞ്ഞ് കൃഷ്ണയും ദീപവും പോകുന്നു. രേഖ സന്തോഷത്തോടെ നിൽക്കുന്നു. തുടർന്ന് കൃഷ്ണയും ദീപവും ശ്രീലക്ഷ്മിയുടെ ക്യാബിനിൽ വരുന്നു. അവരെ കണ്ട് ശ്രീ പറയുന്നു, ഇതാരൊക്കെയാ ഇരിക്കുക? എന്ത് പറ്റി രണ്ടാളുടെ മുഖം മാറിയിരിക്കുന്നത്? കൃഷ്ണ ചോദിക്കുന്നു. ശ്രീ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ഇത് കേട്ട് ശ്രീ ചോദിക്കുന്നു, അതെന്താ കൃഷ്ണ, നിനക്ക് അങ്ങനെയൊരു സംശയം? ഇപ്പോൾ നിന്നോട് ഞാൻ എന്താ പറയാതിരുന്നിട്ടുള്ളത്? കൃഷ്ണ പറയുന്നു, എങ്കിൽ പറയൂ. പലതും പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. നീയാളാകെ മാറിപ്പോയതുപോലെയാണല്ലോ. ഞങ്ങളോടും രവിസാറിനോടൊക്കെ നിനക്ക് എന്താ ഒരു അകൽച്ച പോലെ? ശ്രീ ചോദിക്കുന്നു, ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെയൊക്കെ? ദീപു പറയുന്നു, ആരും പറഞ്ഞതല്ല, ഞങ്ങൾക്ക് തന്നെ മനസ്സിലായതാ. അപ്പോൾ കൃഷ്ണ പറയുകയാണ്, അതേ ഒന്നുമല്ലെങ്കിലും കുഞ്ഞുനാൾ മുതൽ നിന്നെ കാണുന്നതല്ലേ ഞാൻ. നീ പഴയ ശ്രീലക്ഷ്മിയല്ല. എന്താ ശ്രീ, എന്താ നിനക്ക് പറ്റിയത്? നീ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എന്താ നീ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നത്? ശ്രീ പറയുന്നു, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കൃഷ്ണ. എനിക്ക് എൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്. അതിലേക്കെത്താൻ കുറച്ച് സമയം കൂടി വേണം എനിക്ക്. കൃഷ്ണ പറയുന്നു, നീ പറയുന്നത് പോലെ ചിലപ്പോൾ നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം. പറഞ്ഞതും കേട്ടതും വെച്ച് നോക്കുമ്പോൾ നിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് നേരിട്ട് കണ്ട് പറയാനാണ് ഞങ്ങൾ വന്നത്. ശ്രീ പറയുന്നു, കൃഷ്ണ, അതിന് മാത്രം ഇവിടെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കൊക്കെ കഴിയുമ്പോൾ ഞാൻ എല്ലാം നിങ്ങളോട് പറയാം. നിങ്ങളുടെ പഴയ ശ്രീലക്ഷ്മി തന്നെയായിരിക്കും എന്നും. കൃഷ്ണ പറയുന്നു, അതല്ല ശ്രീ, ചിലതൊക്കെ കേട്ടപ്പോൾ പേടി തോന്നുന്നു. നീ ആഗ്രഹിച്ച ദൈവം നിനക്ക് കിട്ടി. ഇനിയും നിൻ്റെ കയ്യിൽ നിന്നും അത് വഴുതിപ്പോയാൽ ഇനി ഒരിക്കലും നിനക്കത് തിരിച്ചു കിട്ടില്ല. ശ്രീ പറയുന്നു, അങ്ങനെയൊന്നും അല്ലടി, നിങ്ങളെ ആരെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇപ്പോൾ തന്നെ രവി സാറിൻ്റെ അടുത്ത് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ ഞാൻ. അപ്പോൾ അത് ജീബി ചോദിക്കുന്നു, അപ്പോൾ സാറെന്ത് പറഞ്ഞു? അപ്പോൾ ഒന്ന് പതറി ശ്രീ പറയുകയാണ്, അത് പിന്നെ സാറ് പറയുന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്നും. പിന്നെ ഞാനും സാറ് ഒരുമിച്ച് ഫുഡ് കഴിച്ചു, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. കൃഷ്ണ ചോദിക്കുന്നു, എന്തിനാ ശ്രീലക്ഷ്മി നീ എന്തിനാ ഈ കള്ളം പറയുന്നത്? ദീപു പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ, ശ്രീലക്ഷ്മി ഒരുപാട് മാറിപ്പോയെന്ന്. ശ്രീ ചോദിക്കുന്നു, ഞാൻ എന്ത് കള്ളം പറഞ്ഞു എന്നാണ് കൃഷ്ണ ചോദിക്കുന്നത്. നീ രവി സാർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മതിയാകാത്തത് കൊണ്ടാണോ സാന്ദ്ര മാഡം പറഞ്ഞിട്ട് സാർ ഫുഡ് വീണ്ടും കഴിക്കുന്നത്? ഇത് കെട്ടി ഞെട്ടി വിഷമത്തോടെ നിൽക്കുന്ന ശ്രീയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.